ശ്രുത ടീച്ചറാണ്. നമ്മളെ ഇപ്പൊ ഒത്തിരി ആയി കണ്ടിട്ടില്ലേ. അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്റെ മക്കളെ ഒന്ന് കാണാനും, കുറച്ച് നാളായില്ലേ കണ്ടിട്ട്, അപ്പൊ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷക്കാണ് വരുന്നത്. അപ്പൊ അതിന്റെ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എന്റെ മക്കൾക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? പഠന രീതി അന്നും ഇന്നും. അതായത് നമ്മളൊരു പാഠം പഠിക്കുന്നുണ്ട്. ആരെ പറ്റിയാണ്? ഇത് നോക്കിയേ, ആരെ പറ്റിയാണ്? ശ്രീനാരായണ ഗുരുവിനെ പറ്റിയില്ലേ? മുൻപേ നടന്നയാൾ. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള ഒരു പാഠഭാഗമാണ്. അതില് അവര് പഠിക്കുന്ന ഒരു രീതിയുണ്ട്. ഗുരുവിന്റെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് എന്ന്. അപ്പോൾ ആ കാലത്തും അതുപോലെ ഇന്ന് നമ്മൾ പഠിക്കുന്ന കാലവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അല്ലേ? അതൊന്ന് നോക്കിയാലോ? പരീക്ഷയ്ക്ക് ചോദിച്ചാലൊക്കെ നമുക്ക് എഴുതണ്ടേ? നമുക്കൊന്ന് നോക്കാം അല്ലെ. ഇനി ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയും. അത് ഇപ്പൊ ഉള്ളതാണോ പണ്ടുള്ളതാണോ എന്ന് നിങ്ങൾ പറയണം. അവിടുന്ന് പറയണേ. നോക്കിയേ, പനയോല ഉണക്കി മുറിച്ചെടുത്ത് എഴുതാൻ ഉപയോഗിച്ചിരുന്നു. പനയോല ഒരു തരം ഓലയാണ് അല്ലെ. നിങ്ങളുടെ നാട്ടിൽ വീട്ടിന്റെ അടുത്തൊക്കെ കാണും. നിങ്ങളുടെ പറമ്പുകളിലൊക്കെ ഉണ്ടോന്ന് നോക്കണേ. ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് പോയി നോക്കണം. പനയോല. അപ്പൊ ആ പനയോലയിൽ ഇങ്ങനെ എഴുതും. പനയോലയിൽ നമ്മള് ടീച്ചർ ഇപ്പൊ ഐപാഡിലാണ് എഴുതുന്നത്. അപ്പൊ മക്കള് പുസ്തകങ്ങളിലായിരിക്കും എഴുതുന്നത് അല്ലേ. എന്നിട്ട് പേനയും പെൻസിലൊക്കെ ഉപയോഗിച്ചല്ലേ എഴുതുക. ടീച്ചർ ഇപ്പൊ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത് അല്ലേ. പക്ഷെ ഇവരെങ്ങനെയാന്ന് അന്ന് എഴുതിയത്? പനയോല ഉണക്കി മുറിച്ചെടുത്തിട്ടായിരുന്നു എഴുതിയിരുന്നത്. എന്തുകൊണ്ടാ എഴുതിയത്? എഴുത്താണി കൊണ്ടാണ് എഴുതിയിരുന്നത്. എഴുത്താണി കൊണ്ട്. എന്നിട്ടോ നിലത്ത് വിരിച്ച മണലില് കുട്ടികൾ എഴുത്തും വായനയും പഠിച്ചിരുന്നു. നിലത്ത് മണലൊക്കെ വിരിച്ചിട്ട് കുട്ടികള് എഴുത്തും വായനയും പഠിച്ചിരുന്നു. മണലിൽ എഴുതുമ്പോൾ എന്താ പ്രത്യേകത എന്നറിയോ? മണലിൽ എഴുതുമ്പോൾ നമുക്ക് വിരൽ കൊണ്ട് എഴുതുമ്പോൾ അതുകൊണ്ട് വേദനയൊക്കെ ആവും. വിരലൊക്കെ ഇങ്ങനെ വേദനയാവും. പക്ഷെ ആ പഠിച്ച കാര്യം, എഴുതിയ കാര്യം നമ്മുടെ മെമ്മറിയില്, നമ്മുടെ ഇവിടെ എത്തും, തലച്ചോറിലെത്തും അല്ലെ. എന്നിട്ടോ അത് പിന്നെ ഒരിക്കലും മാഞ്ഞു പോകില്ല എന്നാ പറയാ. അപ്പോ അക്ഷരങ്ങളൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികള് ഒരു വലിയ പാത്രത്തില്, ഒരു വലിയ പ്ലേറ്റിൽ എന്ത് ചെയ്താൽ മതി? മണലെടുത്ത് വെച്ചിട്ട് അതിലെഴുതി പഠിച്ചാൽ മതി കേട്ടോ. ചില വാക്കുകൾ അല്ലെങ്കിൽ ചില അക്ഷരങ്ങൾ നമുക്ക് ചിലപ്പോ മാറിപ്പോവൊക്കെ ചെയ്യും. അപ്പൊ അതിലിങ്ങനെ എഴുതുമ്പോൾ അത് അവിടെ ഉറച്ചു നിൽക്കും. ആശാന്റെ വീട്ടിലോ വീടിനോട് ചേർന്നോ ആയിരുന്നു കുടിപ്പള്ളിക്കൂടം. നമ്മളിപ്പോ സ്കൂളിലാ പോകുന്നത്. പണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വീട്ടിലാണ് നമ്മൾ പഠിക്കാൻ പോയിരുന്നത് അന്നത്തെ കാലത്ത്. അപ്പോൾ ഇത് ഏത് കാലത്താ? അന്ന്. എന്നാണ്? അന്ന് അല്ലേ. അന്ന്. ടീച്ചർ ഇവിടെ എഴുതാം. അന്ന് അല്ലേ. ഇനി ടീച്ചർ വേറൊന്ന് വായിക്കേ. ഇത് നിങ്ങൾ പറയണോ. പുസ്തകവും പേപ്പറും എഴുതാനായി ഉപയോഗിക്കുന്നു. പെൻസിലോ പേനയോ കൊണ്ട് പുസ്തകത്തിൽ എഴുതുന്നു. സ്ലേറ്റിൽ കല്ലു പെൻസിൽ കൊണ്ടോ ബുക്കിൽ പെൻസിൽ കൊണ്ടോ എഴുതി പഠിപ്പിക്കുന്നു. സ്ലേറ്റില് അല്ലേ. സ്ലേറ്റിൽ നമ്മൾ ചോക്ക് കൊണ്ട് അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് എഴുതും. ബുക്കിൽ പെൻസിൽ കൊണ്ട് എഴുതി പഠിക്കും അല്ലെ, പേന കൊണ്ട് എഴുതും അല്ലെ. അതുപോലെ സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ പോയി പഠിക്കുന്നു. നിങ്ങൾ സർക്കാർ സ്കൂളുകളിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മാനേജ്മെന്റ് സ്കൂളുകളിലായിരിക്കും അല്ലെ. എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് എന്നൊക്കെ പറയും സ്കൂളുകളിൽ. ഇപ്പൊ അൺഎയ്ഡഡിലായിരിക്കില്ല നിങ്ങളൊന്നും, എയ്ഡഡിലോ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്കൂളിലോ ആയിരിക്കും എൻ്റെ മക്കളൊക്കെ പഠിക്കുന്നത് അല്ലെ. മറ്റ് സ്കൂളുകളും ഉണ്ട് അല്ലെ. ഗവൺമെന്റിന്റെ അല്ലാത്ത പ്രൈവറ്റ് സ്കൂളുകളുണ്ട് ഇന്ന്. പലതരത്തിലുള്ള സൗകര്യങ്ങൾ കൂടിയ സ്കൂള്, കുറഞ്ഞ സ്കൂള്. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ ഇപ്പൊ നല്ല സൗകര്യമല്ലേ. നിങ്ങൾക്ക് ഇരിക്കാൻ ആവശ്യമായ സ്ഥലമുണ്ട്, കളിക്കാൻ ആവശ്യമായ കളിസ്ഥലങ്ങളുണ്ട്, നിറയെ അധ്യാപകരുണ്ട് അല്ലെ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ആശാന്റെ വീട്ടിൽ പോയിരുന്നു പഠിക്കായിരുന്നു എന്നാ പറയുന്നത്. അപ്പോൾ ഇത് പെന്നും പെൻസിലൊക്കെ ഉപയോഗിച്ച് എഴുതുന്ന ഏത് കാലത്തെ പ്രത്യേകതയാണ്? മക്കള് പറഞ്ഞ് ഏത് കാലത്തെ പ്രത്യേകതയാണ്? ഇന്ന്. അപ്പോൾ അതാണ് പഠനം അന്നും ഇന്നും എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ടീച്ചർക്ക് പറയാനുള്ളത്. മനസ്സിലായല്ലോ? പഠന രീതി, അന്നത്തെ പഠന രീതിയും ഇന്നത്തെ പഠന രീതിയും എങ്ങനെയാണെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായല്ലോ അല്ലെ. അപ്പോൾ ഇതൊരു മണലിലാണ് അല്ലെ. ഇതൊരു എന്തുപയോഗിച്ചിട്ടാണ് എഴുതിയത്? നെല്ല്, ധാന്യം ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയത് അല്ലെ. ഇതുപോലെ നമുക്ക് മണലിൽ, നിങ്ങൾ ബീച്ചിലൊക്കെ പോയിരുന്നാൽ എഴുതാറില്ലേ, അതുപോലെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.